നമസ്കാരം. ചതിച്ചു മക്കളെ, വാലറ്റം വീണ്ടും ചതിച്ചു നമ്മളെ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു മാച്ച് എത്ര സ്ട്രോങ് ആയിട്ടാണ് ഇന്ത്യ പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഫസ്റ്റ് ഇന്നിങ്സിലും അതേപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിലും ഇന്ത്യയുടെ വാലറ്റം ഇന്ത്യയെ ചതിച്ചിരിക്കുകയാണ്. ഒരു ടീമിൻ്റെ ഒരു വാലറ്റം ടെസ്റ്റിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇമ്പാക്റ്റ്, എത്രത്തോളം പ്രഷർ എതിർ ടീമിൻ്റെ ക്യാപ്റ്റനും എതിർ ടീമിനും കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പല മാച്ചുകളും കണ്ടിട്ടുണ്ട്. ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ പോലും സ്റ്റാർക്ക് നിന്നിട്ട് കളിച്ച അവസാനം ഒരു കളി ഉണ്ടല്ലോ, എന്തുമാത്രം ആ ഒരു എതിർ ടീമിലെ പ്രഷറിലേക്ക് കൊണ്ടുപോയി. ഇത്രയും നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ട്, ഇത്രയും നല്ല ഇന്നിങ്സ് രാഹുലിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പന്തിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ട് ഇന്ത്യയുടെ ലോവർ ഓർഡർ ഇങ്ങനെ തകർന്നടിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പത്തറ്റിക് എന്ന് പറയാനുള്ളൂ. പത്തറ്റിക്. കാരണം 8ാം നമ്പർ വരെ ഇന്ത്യക്ക് ബാറ്റ്സ്മാൻമാരുണ്ട്, ഷർദുൽ താക്കൂർ ഉണ്ട്, ജഡേജ ഉണ്ട്. എന്നിട്ടാണ് ഇന്ത്യ ഇങ്ങനെ തകർന്നടിഞ്ഞത്. അത് ഒരു ഇന്നിങ്സ് അല്ല, രണ്ടാമത്തെ ഇന്നിങ്സിലും വീണ്ടും അതേപോലെ തന്നെ തകർന്നടിഞ്ഞ് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അവസാനം കൊണ്ടുവന്നിട്ട് ഇംഗ്ലണ്ടിൻ്റെ കൈ കൊണ്ട് വെച്ച് കൊടുത്ത പോലെ ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കളി ഇംഗ്ലണ്ടിൻ്റെ കയ്യിലാണെന്നാണ് പറയേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഇടയിലും ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഋഷഭ് പന്ത്, മാൻ, വാട്ട് ആൻ എൻ്റർടൈനർ. ഇത്രയും എൻ്റർടൈൻ ചെയ്യുന്ന ഒരു പ്ലെയർ ടെസ്റ്റ് ക്രിക്കറ്റിൽ വേറെ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നതിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്ത് രസമാണ്, എന്ത് എൻജോയ്മെൻ്റ് ആണ് കളി കാണുന്ന കാണികൾക്കാർക്കും, ഈവൻ ഒപ്പോസിഷൻ ബോളേഴ്സിനും ഫീൽഡേഴ്സിനും വരെ ഒരു രസമാണ് ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുമ്പോൾ. ടോട്ടൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ് ഋഷഭ് പന്ത്. അതുമാത്രമല്ല, ആ ഒരു കളിയും ചിരിയുടെ ഇടയിൽ കൂടെ ഋഷഭ് പന്ത് ഉണ്ടാക്കുന്നൊരു മാറ്റമുണ്ട്. ഇപ്പോൾ ഇന്ന് ദിനേഷ് കാർത്തിക് ഋഷഭ് പന്ത് ബാറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഷോട്ടൊക്കെ കളിച്ചപ്പോൾ ദിനേഷ് കാർത്തിക് പറയുന്നുണ്ടായിരുന്നു, രാഹുൽ പന്തിനോട് പറയണം കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് കളിക്കണം, ഇന്ത്യക്ക് ഒരു ബിഗ് സ്കോറിലേക്ക് പോകണം. പക്ഷേ ഋഷഭ് പന്ത് ഇങ്ങനെയാണ് കളിക്കുന്നത്. ഇത്രയും നാൾ ഋഷഭ് പന്ത് കളിച്ചിട്ടുള്ളതെല്ലാം ഇങ്ങനെയാണ്. അത് കൊണ്ടുവരുന്ന ഒരു പ്രഷർ എതിർ ടീമിൻ്റെ ക്യാപ്റ്റനിൽ ചില്ലറയല്ല. അതായത് അവരൊരു ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നല്ല ഫീൽഡിംഗ് പൊസിഷൻസ് ആയാലും മൊത്തത്തിലുള്ള പ്ലാൻ, അവർ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനിനെ തകിടം മറിക്കുന്ന രീതിയിലുള്ളൊരു ബാറ്റിംഗാണ് ഋഷഭ് പന്തിന്. പിന്നീട് ഈ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ശൈലി കൊണ്ട് തന്നെ ക്യാപ്റ്റൻ്റെ കയ്യിൽ വേറെ ആയുധങ്ങളില്ലാതായി പോകും, എവിടെ ഫീൽഡ് ഇടണമെന്ന് അറിയാതായി പോകും. അതുകൊണ്ട് തന്നെ നോൺ സ്ട്രൈക്കറിലുള്ള ബാറ്റ്സ്മാന് കിട്ടുന്ന ഒരു കോൺഫിഡൻസും അതും എടുത്തു പറയേണ്ടതാണ്. രാഹുൽ വളരെ ഈസി ആയിട്ട് രാഹുലിന് കളിക്കാൻ പറ്റും. ഋഷഭ് പന്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ അപ്പുറത്തേക്കുന്ന ബാറ്റ്സ്മാൻ വെരി ഈസി. അതാണ് ഋഷഭ് പന്ത് എന്ന് പറയുന്നൊരു എക്സ് ഫാക്ടർ ഇന്ത്യക്കുള്ളത്. ഒരു രക്ഷയില്ലാത്തൊരു ഇന്നിങ്സ്. ആൻഡ് രാഹുൽ ഇന്നലത്തെ ബാറ്റിംഗ് അതേപോലെ തുടർന്ന് സോളിഡ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ്. ഒരു സൈഡിൽ ഋഷഭ് പന്ത് തീയായിരുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഐസായിരുന്നു രാഹുൽ. വളരെ ശ്രദ്ധിച്ച് കളിച്ചൊരു ഇന്നിങ്സ്. ഋഷഭ് പന്ത് ഇന്നത്തെ മാച്ചിൽ 118 റൺ അടിച്ചു, 140 ബോളിൽ. അതേസമയം രാഹുൽ ഇന്നത്തെ മാച്ചിൽ 137 റൺ അടിച്ചു, 247 ബോളിൽ. രണ്ടുപേരുടെ സ്ട്രൈക്ക് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം രണ്ടുപേരും ഏത് രീതിയിലാണ് കളിച്ചിട്ടുള്ളതെന്ന്. ഇനി നേരെ ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്യാച്ച് എത്രത്തോളം വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുമെന്ന് നമ്മൾ ഫസ്റ്റ് സെഷനിൽ തന്നെ കണ്ടു. അതായത് KL രാഹുലിൻ്റെ കയ്യിൽ വന്നൊരു ക്യാച്ച് ബ്രൂക്ക് വിട്ട് കളഞ്ഞു. ആ ഒരു ക്യാച്ച് അപ്പോൾ എടുത്തിരുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഈ ഒരു സ്കോറിലേക്ക് പോലും എത്താനായിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ക്യാച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ അതിലും കൂടുതൽ ക്യാച്ച് കളഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇന്നത്തെ ആ ക്യാച്ച് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കിയാണ്. പക്ഷേ ഈ ഒരു ടെസ്റ്റ് മാച്ചിൽ നമ്മൾ ഒരു സെക്കൻഡ് സെഷനൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇന്ത്യയുടെ കയ്യിലിരുന്ന ഒരു സെഷൻ്റെ ചെറിയൊരു പാർട്ട് മതി മൊത്തത്തിൽ അഡ്വാൻറ്റേജ് വേറൊരാളുടെ കയ്യിലേക്ക് മാറാൻ. അതിനാണ് ഒരു ഒപ്പോണന്റ് ക്യാപ്റ്റൻ വളരെ പേഷ്യൻ്റായിട്ട് അവരുടെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവിടെ ഇടിച്ചു കയറി അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ഒപ്പോണന്റ് ക്യാപ്റ്റന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒരു ടീം വിജയിക്കുന്നത്. അത് തന്നെയാണ് ഇംഗ്ലണ്ട് ഇന്ന് ചെയ്തത്. അതായത് ഋഷഭ് പന്തിൻ്റെ വിക്കറ്റ് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തു. അതിനകത്ത് കരുൺ നായരുടെ ഒരു വിക്കറ്റും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് വളരെ പെട്ടെന്നാണ് ഒരു ഓവറിൽ തന്നെ 3 വിക്കറ്റ് ജോഷ് ടാങ് എടുത്തത്. അത് ഒന്നും പറയാനില്ല. 3 വിക്കറ്റ് ഒരു ഓവറിൽ കൊടുക്കുക, ടെസ്റ്റ് ക്രിക്കറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ, ടൈലൻഡിലുള്ള ബാറ്റ്സ്മാൻമാർ വളരെ പേഷ്യൻ്റായിട്ട് കളിക്കേണ്ട സമയമാണ്. ശരിക്കും ഇംഗ്ലണ്ടിൽ ഇന്ന് ഇത് കുറച്ച് ബാറ്റിംഗ് വിക്കറ്റാണ്, കളിക്കാൻ പറ്റും. പക്ഷെ കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ T20 പോലെ സ്ലോ ചെയ്ത് അടിക്കാൻ പറ്റുമെന്നല്ല അതിനർത്ഥം. ക്ഷമയോടെ നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഇന്നിങ്സ് കളിക്കാനായിട്ടുള്ള നല്ല സപ്പോർട്ട് കിട്ടുന്നൊരു പിച്ചാണ്. പക്ഷേ ആ ഒരു ക്ഷമ കാണിക്കണം. നമ്മുടെ ബാറ്റ്സ്മാൻമാർ ഒരു മിഡിൽ ഓർഡർ കഴിഞ്ഞ് ആരും ആ ഒരു ക്ഷമ കാണിച്ചില്ല എന്നുള്ളത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇംഗ്ലണ്ട് അതിൻ്റെ ടോട്ടൽ അഡ്വാൻറ്റേജ് എടുത്തു. ഞാനൊരു പ്രതീക്ഷ ഒരു 400 റണ്ണിന് മേളിലൊക്കെ ലീഡ് അറ്റ്ലീസ്റ്റ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വളരെ കുറഞ്ഞു പോയി. ഇംഗ്ലണ്ടിൻ്റെ ഒരു ശൈലി നമുക്കറിയാമല്ലോ. ഇംഗ്ലണ്ടിൻ്റെ ശൈലിയിൽ ഇംഗ്ലണ്ട് തീർച്ചയായിട്ടും ഇത് ചേസ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇന്ത്യയുടെ വാലറ്റത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത മാച്ചിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ടാവേണ്ട ഒരു ചേഞ്ചാണ് ഷർദുൽ താക്കൂറിനെ മാറ്റിയിട്ട് നിതീഷ് കുമാർ റെഡ്ഡി വരണമെന്നുള്ളത്. കാരണം ഇന്ത്യക്ക് കുറച്ചും കൂടെ ബാറ്റിംഗ് ഡെപ്ത് വേണം. ഷർദുൽ താക്കൂറിനെ മാക്സിമം ബോളറായിട്ട് യൂസ് ചെയ്യുന്നില്ല ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ റെഡ്ഡി ഓസ്ട്രേലിയ നന്നായിട്ട് ഇതിലും ഡിഫിക്കൽട്ടായിട്ടുള്ള കണ്ടീഷനിൽ പ്രൂവ് ചെയ്തൊരു ബാറ്റ്സ്മാനാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡെപ്ത് ഇന്ത്യക്ക് വേണം. ഷർദുൽ താക്കൂർ കഴിഞ്ഞ 2 ഇന്നിങ്സിൽ ഔട്ടായത് ഒരേ രീതിയിലാണ്. ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപിൽ പോയൊരു ബോളിന് ബാറ്റ് വെച്ചിട്ട് തല വെച്ച് കൊടുത്ത ഔട്ടാണ്. അതൊരിക്കലും
എക്സ്ക്യൂസ് ഉള്ളൊരു കാര്യമല്ല. അത് മാത്രത്തിലല്ല, ഒരു പ്ലെയറിനെ അതിൻ്റെ 100% പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഇത്രയും വലിയ റിസോഴ്സ് പുറത്തിരിക്കുമ്പോൾ അത് യൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ കരുൺ നായരിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ബട്ട് കരുൺ നായരിന് എന്തായാലും ഈ ഒരു സീരീസിൽ അത്യാവശ്യം നല്ല അവസരങ്ങൾ തന്നെ കിട്ടും. ഗംഭീർ ഇപ്പോൾ നമുക്കറിയാം സഞ്ജു സാംസണൊക്കെ കൊടുത്തിട്ടുള്ള പോലെ തന്നെ നല്ല രീതിയിൽ അവസരം കിട്ടും. അറ്റ്ലീസ്റ്റ് ഒരു 2 ടെസ്റ്റും കൂടെങ്കിലും കരുൺ നായർ ആ ഒരു പൊസിഷനിൽ കളിക്കും, പ്രൂവ് ചെയ്യുകയും ചെയ്യും. ഇന്ന് വലിയ കുഴപ്പമില്ലാതെ കളിച്ചു, കുറച്ച് അണ്ടർ പ്രഷറായി പോയത്. കാരണം ഫസ്റ്റ് ഇന്നിങ്സിലുള്ള ഒരു ഡക്ക് പുള്ളി നന്നായിട്ട് ബാച്ച് ഉണ്ട്, അപ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് കളിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും വിക്കറ്റായി. പക്ഷേ ഹി വിൽ പ്രൂവ്, അത് ഉറപ്പാണ്. ഇനി അവസരങ്ങൾ കരുൺ നായരിന് തീർച്ചയായിട്ടും കിട്ടണം. ഇംഗ്ലണ്ടിന് നാളെ വേണ്ടത് 350 റണ്ണാണ്, അതും 90 ഓവറിൽ. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവരുടെ ഒരു ബാറ്റിംഗ് ശൈലിയെ സംബന്ധിച്ച് അവർക്ക് ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് തന്നെയാണത്. ഇന്ത്യയെ ഇനി ആർക്കെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ബുംറയ്ക്ക് മാത്രമാണ്. ഇന്ത്യയുടെ മറ്റ് ബോളേഴ്സിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു സാഹചര്യത്തിലൊന്നും ബ്രേക്ക് ത്രൂ കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അവർ കൃത്യമായിട്ട് ബുംറയെ ഒഴിവാക്കിയിട്ട് ബാക്കി ഇന്ത്യയിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ബുംറയ്ക്ക് ഇത് വലിയ സ്പെല്ലൊന്നും എറിയാൻ പറ്റില്ല. ബുംറ എറിഞ്ഞ് മാറേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള ബോളേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ പ്രസിദ്ധ് കൃഷ്ണനോ അല്ലെങ്കിൽ സിറാജ് അവരുടെ ഗെയിം പ്ലാൻ അനുസരിച്ച് അവർ ബോളേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് തുടങ്ങും. റൺസ് ഫ്ലോ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇന്ത്യയുടെ കോൺഫിഡൻസ്, ഗില്ലൊരു പുതിയ ക്യാപ്റ്റനാണ്, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നാളെ തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് റൺ ഫ്ലോ പെട്ടെന്ന് റണ്ണ് കയറി പോകുന്ന സമയത്ത് ആസ് എ ക്യാപ്റ്റൻ പാനിക് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഡിസിഷൻസ് എടുക്കാൻ ആ പാനിക്നെസ് ആ ഒരു ഡിസിഷൻസിനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കളി തോറ്റു, കയ്യിൽ നിന്ന് പോകും, അത് ഉറപ്പാണ്. ഇല്ല, ഗില്ല് ഒരു പക്വതയുള്ളൊരു ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് ബെൻ സ്റ്റോക്ക് ഇത് ഈ കളി തീരുന്നിടം വരെ ബെൻ സ്റ്റോക്സിൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന കളിയാണ് അവസാനം തിരിച്ചു പിടിച്ചത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഇന്ത്യ നാളെ കാത്തിരിക്കണം. ഒരു പക്ഷേ ഇംഗ്ലണ്ട് ഗെയിം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ബ്രേക്ക് ത്രൂ കിട്ടും. ആ ബ്രേക്ക് ത്രൂന്ന് പിടിച്ചു കയറാൻ ഇന്ത്യക്ക് പറ്റണം. കറക്റ്റായിട്ടുള്ള ബോളിംഗ് റൊട്ടേഷൻസ് നടത്തേണ്ടി വരും. ബുംറയെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. 90 ഓവറാണുള്ളത്. അവസാനത്തെ സെഷനിൽ ഒരു പക്ഷേ ന്യൂ ബോൾ കിട്ടിയേക്കാം. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ കൊണ്ടുണ്ട് അവിടെയും ബുംറ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് മുമ്പ് എക്സോസ്റ്റ് ആയി പോകരുത് മുമ്പ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാളത്തെ ദിവസത്തെ സംബന്ധിച്ച് ഇന്ത്യ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ശരിക്കും ഒരു ടെസ്റ്റ് തന്നെയായിരിക്കും ശുഭ്മാൻ ഗിൽ എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റന് നാളത്തെ ദിവസം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ത്യക്ക് ഈ ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെയാണ് നിരാശയോടെ എനിക്ക് പറയേണ്ടി വരുന്നത്. പറ്റാൻ സാധ്യത വളരെ കുറവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ബൂം തന്നെ ശരണം.